ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരെന്ന് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ആദ്യമായിട്ട് ലൈക്ക് ചെയ്തിരിക്കുന്നത് ഏത് വീഡിയോയ്ക്കാണ്? നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ കമന്റ് ഇട്ടിരിക്കുന്നത് ഏത് വീഡിയോയ്ക്കാണ്? കൂടാതെ നിങ്ങളുടെ വാച്ച് ഹിസ്റ്ററി എങ്ങനെയൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം? നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് വർഷമാണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക. ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കൂടി മനസ്സിലാക്കിയെടുക്കാം. വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലർക്കും ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനായി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്കാണ് പോകേണ്ടത്. ഇൻസ്റ്റാഗ്രാമിൽ പോയി നമ്മൾ ആ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലുള്ള 3 ലൈൻസിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ഇവിടെയായി യുവർ ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ യുവർ ആക്ടിവിറ്റിയിൽ പ്രസ് ചെയ്തതിന് ശേഷം ലൈക്ക് എന്നുള്ള ഭാഗത്തായി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഏറ്റവും മുകളിൽ ഇവിടെയായി കാണുന്ന ഈ ന്യൂവസ്റ്റ് ടു ഓൾഡസ്റ്റ് എന്നുള്ളത് നിങ്ങൾ മാറ്റിയിട്ട് കൊടുക്കുക. ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ് എന്നാക്കുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും നിങ്ങൾ ആദ്യമായിട്ട് ലൈക്ക് ചെയ്തിരിക്കുന്ന ഫോട്ടോയോ വീഡിയോയോ പോസ്റ്റോ ഏതാണെന്നുള്ളത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ കണ്ടോ 2017 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഫോട്ടോയ്ക്ക് ലൈക്ക് ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ തന്നെ ഫോട്ടോയിൽ തന്നെ ലൈക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത നമ്മൾ നോക്കുന്ന ഇവിടെ താഴേക്ക് വരുമ്പോൾ വാച്ച് ഹിസ്റ്ററി എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കുന്ന പുതിയൊരു ഫീച്ചറാണ്. നിങ്ങൾ കണ്ടിരിക്കുന്ന വീഡിയോകളും മറ്റും നിങ്ങൾക്ക് ഇവിടെ നിന്നും അറിയാൻ സാധിക്കും. നിങ്ങൾക്കെന്നല്ല മറ്റൊരാൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ അതിനകത്തുനിന്ന് വാച്ച് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അവർക്കും ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിൽ തന്നെ ഫിൽറ്റർ ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് കണ്ട സാധനങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെലക്ട് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തതിന് ശേഷം ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഈ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് ഒഴിവാക്കുന്നതിന് സാധിക്കുന്നതാണ്. ഏറ്റവും താഴെ റിമൂവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒഴിവാക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഇതെല്ലാം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കിടക്കുകയും ഇത് മറ്റുള്ളവർക്ക് അറിയുന്നതിനും സാധിക്കുന്നതാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഒന്നുകൂടെ പുറകിലേക്ക് വരുന്നു. അപ്പോൾ ഇനി വന്നതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അറിയാൻ വേണ്ടി അക്കൗണ്ട് ഹിസ്റ്ററി എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ഒന്ന് പോകുക. ഇവിടെ പോയതിന് ശേഷം കണ്ടോ ഇവിടെ ന്യൂവസ്റ്റ് ടു ഓൾഡസ്റ്റ് എന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ് എന്നാക്കുക. ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 29/2015 ഏകദേശം 10 വർഷത്തോളമായി ഞാൻ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തിട്ട് എത്ര നാളായി എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് അറിയാൻ സാധിക്കും. ഫോൺ നമ്പർ മാറ്റിയതും മെയിൽ ID മാറ്റിയതും നിങ്ങളുടെ യൂസർ നെയിം മാറ്റി സാധനം മാറിയതും എല്ലാം ഇവിടെ നമുക്ക് അറിയുവാൻ സാധിക്കും. അടുത്ത നമ്മൾ നോക്കുന്നത് യുവർ ആക്ടിവിറ്റി എന്നുള്ളത് തന്നെ റീസെൻറ്റ് സെർച്ചസ്. നിങ്ങൾ എന്തൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്തിരിക്കുന്നുള്ളതായി റീസെൻറ്റ് സെർച്ചസ് എന്നുള്ളത് പോയി കഴിഞ്ഞാൽ ആർക്കെടുത്ത് നോക്കിയാലും ഇവിടെ നിന്നും അറിയുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ എന്തൊക്കെയാണ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിയർ ആണെന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ കണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തെന്താണ് നോക്കാം. ഇനി നമുക്ക് ഏറ്റവും മുകളിലേക്കായി നിങ്ങൾ ഒന്നുകൂടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കമൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഈ കമൻസ് എന്നുള്ളതിൽ പോയ ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ന്യൂവസ്റ്റ് ടു ഓൾഡസ്റ്റ് എന്നുള്ള സാധനത്തിനകത്ത് ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ് എന്നാക്കുക. ഇങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ടിരിക്കുന്ന കമൻറ്റ് ഏത് അക്കൗണ്ടിലേക്കാണെന്നും ആരുടെ വീഡിയോയ്ക്കാണെന്നും റീലിലാണെന്നും പോസ്റ്റ് ആണെന്നും ഇതുപോലെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ ഫോളോ ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്കും അറിവുകളും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് നാളെ വീണ്ടും കാണാം.